സമസ്തയുടെ 100-ാം വാർഷിക മഹാസമ്മേളനം 2026 ഫെബ്രുവരിയിൽ കാസർഗോഡ് വെച്ച് നടക്കുകയാണ്. അതിൻ്റെ സ്വാഗത സംഘരൂപീകരണവും പ്രഖ്യാപനവും അതുപോലെ ലോഗോ ലോഞ്ചിങ് ഒക്കെ കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായി. ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ലോഗോയാണ് 100-ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയത്. ആ ലോഗോ ഡിസൈൻ ചെയ്ത ഷബീർ ഫൈസി അൽ മഅ്ബരി എടപ്പലമാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. ലോഗോയുടെ വിശേഷങ്ങളും അതിലെന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതൊക്കെ അദ്ദേഹം നമ്മോട് വിശദീകരിക്കും. സംസ്ഥയുടെ 100-ാം വാർഷികവുമായി ബന്ധപ്പെട്ടിട്ട് താങ്കൾ ഡിസൈൻ ചെയ്ത ലോഗോ ആണ് ഇപ്പോൾ ആകെ ശ്രദ്ധാകേന്ദ്രമായിട്ട് മാറിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പ്രഖ്യാപനമൊക്കെ നടന്നതിന് ശേഷം ലോഗോ ലോഞ്ചിങ് ഒക്കെ നടന്നതിന് ശേഷം ആളുകളേറെ ശ്രദ്ധിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ പേര് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ഫസ്റ്റ് ഒപ്പീനിയൻ അല്ലെങ്കിൽ അഭിപ്രായം എന്നുള്ള നിലയ്ക്ക് എന്ത് തോന്നുന്നു? ഇപ്പോഴത്തെ ഒരു ഫീലിംഗ് എന്താണ്? അൽഹംദുലില്ലാ, അള്ളാഹുവിന് അപാരമായ സ്തുതി. ഏതൊരു സംസ്ഥയുടെ പ്രവർത്തകനെയും പോലെ തന്നെ സംസ്ഥയുടെ പ്രവർത്തനങ്ങളിൽ ഭാഗവത്താകുക എന്ന് പറയുന്നത് ഒരു അണിയറ പ്രവർത്തകൻ്റെയും അവനിക്കൊരു ഉന്മേഷവും ആവേശമൊക്കെയാണ്. അത്രത്തോളം തന്നെ ഇത്രയും വലിയൊരു ചാരിതാർത്ഥ്യമുള്ള സംഘടനയുടെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാവാൻ സാധിക്കുക എന്ന് പറയുന്നത് അൽഹംദുലില്ലാ, അള്ളാഹുവിന് 1000 സ്തുതികൾ. അതാണ് ആദ്യത്തെ പ്രതികരണം. അതെ, ഓക്കെ. ഇപ്പോൾ വരികയാണെങ്കിൽ സംസ്ഥയുടെയാണ്. കാരണം ഒരുപാട് ആളുകൾക്ക് ചിലപ്പോൾ ഒരു 100-ാം വാർഷികം എന്ന് പറഞ്ഞ ഒരു ചരിത്ര ഒരു മൈൽ സ്റ്റോണിൽ വരുന്ന സമയത്ത് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും, എനിക്ക് ലോഗോ ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റണം എന്നൊക്കെ. എങ്ങനെയാണ് താങ്കൾ ഷബീർ ഫൈസി എങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്? ഇത് നമ്മുടെ ബംഗളൂരുവിൽ നടന്ന പരിപാടി, ഉദ്ഘാടന പരിപാടിയുടെ ലോഗോവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ SKSF ജനറൽ സെക്രട്ടറി അസ്ലം ഫൈസി ഉസ്താദ് എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗവുമായി പ്രവർത്തിക്കാനും പഠിച്ചോൻ്റെ തൗഫീഖ് കൊണ്ട് എനിക്കൊരു അവസരം കിട്ടി. അപ്പോൾ ആ സമയത്ത് ആ ലോഗോ ചെയ്ത അവസരത്തിൽ എന്നെ ഇതിൽ സംഘാടകർക്കൊക്കെ ഫെമിലിയർ ആയിരുന്നു. പിന്നെ ഞാൻ ആൾറെഡി വർക്ക് ചെയ്യുന്നത് ബോർഡിൻ്റെ സ്റ്റാഫായിട്ടാണ്. ഇവിടെ SNECയിലും സമസ്ത ലേണിങ്ങിൻ്റെയും പ്രൊമോഷനും മറ്റു വർക്കുകളൊക്കെ ചെയ്യുന്നുള്ളത് ഞാൻ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു കണക്ഷൻ കൊണ്ട് മൊയ്ൻകുട്ടി മാഷിന് ആരാണ് ചെയ്തതെന്നുള്ള ഇൻഫർമേഷൻ അസ്ലം ഫൈസി കൈമാറുകയും ഇവരെന്നെ കോൺടാക്ട് ചെയ്യുകയും ആദർശ വിശുദ്ധിയുടെ ഈ ഒരു മോട്ടോ എന്നോട് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നുള്ള ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സലാം ബാക്കവി ഉസ്താദ് ഇതിൻ്റെ നമ്മുടെ അക്കാഡമിക് ഹെഡാണ്, അക്കാഡമിക് കൗൺസിലിൻ്റെ ചെയർമാനാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദും എന്നോട് അങ്ങനെ ഒരു സാധനം സൂചിപ്പിച്ചപ്പോൾ അങ്ങനെയാണ് എന്നിലേക്ക് ഈ സാധനം എത്തുന്നത്. ഇതിന് പുറമേയും കുറേ എൻട്രികൾ വന്നിട്ടുണ്ട്, കുറേ ആൾക്കാർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് വേറെ എൻട്രീസ് ഉണ്ടായിരുന്നു. അതിന് സെലക്ട് ചെയ്താണ്. അതെ. പക്ഷെ അവർ അംഗീകരിച്ചു എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അത് അറിയിക്കാൻ പറ്റുന്നതിലും എൻ്റെ വാക്കുകൾക്ക് അതീതമാണ് ആ സന്തോഷം. പറഞ്ഞ പോലെ SNECൻ്റെ കാര്യം പറഞ്ഞ പോലെ SNECയിലെ ഒരു ഇതാണെന്ന് സ്റ്റാഫാണെന്ന് പറഞ്ഞു. പക്ഷേ എന്താണ് SNECയിൽ ചെയ്യുന്നത്? SNECൻ്റെ അസിസ്റ്റൻ്റ് അക്കാഡമിക്സിലും പിന്നെ അതുപോലെ അതിൻ്റെ ഡിസൈനറായിട്ടാണ് ഞാൻ നിലവിൽ വർക്ക് ചെയ്യുന്നത്. 2 വർഷമായി. SNECയുടെ കോൺസെപ്റ്റ് സബ്മിറ്റ് മുതൽ ആവിർഭാവം മുതൽ തന്നെ SNECയുടെ കൂടെ ഉണ്ട്. ഐ മീൻ ഒരു എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ തുടക്കം മുതൽ തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഉണ്ട്. 1 വർഷത്തോളം അതിൻ്റെ ഫ്രീലാൻസർ ആയിരുന്നു. പിന്നീട് കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ഇപ്പോൾ 1 വർഷം പൂർത്തിയായിട്ടുണ്ട് SNECയിലെ ഔദ്യോഗിക സ്റ്റാഫായിട്ട്. അപ്പോൾ അതിൻ്റെ അക്കാദമിക്കിലുണ്ട്, അതുപോലെ ഡിസൈനിങ് കാര്യങ്ങളും ചെയ്തു വരുന്നത്. നമ്മൾ ലോഗോയിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ ആ ലോഗോ കണ്ട എല്ലാവർക്കും അതിലെന്തൊക്കെയോ ഉണ്ടെന്നറിയാം. അതായത് കുറേ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കാരണം പലർക്കും പല കാഴ്ചകളാണ്. കാരണം നോക്കുന്നവനെ അനുസരിച്ചാണല്ലോ. ചിലർക്ക് അതൊരു കുബ്ബയാണ്, ഒരു മിനാരമാണ് പള്ളിയുടെ. ചിലർക്ക് അതൊരു കപ്പലായിട്ട് തോന്നുന്നുണ്ട്. ചിലർക്ക് അത് 100 എന്ന് എഴുതിയിട്ടുള്ള 100 എന്നുള്ളതിൻ്റെ 100 എന്ന് എഴുതിയതായിട്ട് തോന്നുന്നുണ്ട്. എന്താണ് ശരിക്കും ലോഗോൻ്റെ അർത്ഥം എന്തൊക്കെയാണ്? ലോഗോയിൽ യഥാർത്ഥത്തിൽ സമസ്ത തന്നെ ഒരുപാട് ആശയങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. സമസ്ത ഇറ്റ് സെൽഫ് അതിൻ്റെ ഒരു ഐഡിയോളജിക്കൽ പ്യൂരിറ്റി, നമ്മുടെ ആദർശ വിശുദ്ധി, അതുപോലെ അതിൻ്റെ ചരിത്രം, ഇത്തരത്തിലുള്ള ഒരുപാട് എലമെൻറ്റുകൾ നമുക്ക് ഇതിൽ ലോഗോയിൽ കൊണ്ടുവരണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരുമായി ഞാൻ ഈ വിഷയങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. ലോഗോ ചെയ്യാൻ പറഞ്ഞ സമയത്ത് ലോഗോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അവരുമായി നിരന്തരമായിട്ട് ഇൻട്രാക്ട് ചെയ്തിരുന്നു. ഇതിലിപ്പോൾ ലോഗോയിൽ തന്നെ മൊത്തത്തിലൊരു കുബ്ബയുടെ ഒരു ഷേപ്പിലാണ് അത് കിടക്കുന്നുള്ളത്. അതേപോലെ തന്നെ അതേസമയം അതൊരു കപ്പലിൻ്റെ ഷേപ്പിലാണുള്ളത്, ഒരു പായക്കപ്പലിൻ്റെ ഷേപ്പിൽ. പിന്നെ നമ്മൾ വലുതുനിന്ന് ഇടത്തോട്ട് വായിച്ചു കഴിഞ്ഞാൽ അറബിയിലുള്ള നൂർ എന്ന് എഴുതിയതിൻ്റെ ഒരു ആലേഖനം കൂടി അത് കാണാം.
അപ്പോൾ ഈ കപ്പൽ എന്നുള്ളത് നമ്മൾ പൊതുവേ നമ്മുടെ സമ്മേളനങ്ങൾ വരുമ്പോഴൊക്കെ സമസ്തയുടെ പതാക ഒരു കപ്പലുമേ ഇട്ടിട്ടുള്ളൊരു സാധനം നമ്മുടെ പ്രവർത്തകന്മാർക്കൊക്കെ ഫെമിലിയറാണ്. അപ്പോൾ അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ആശയം കൺവേ ചെയ്യുന്ന രൂപത്തിൽ ബഹുമാനപ്പെട്ട അസ്ഹാബുകൾ ഇവിടെ എത്തിയത്, സഹാബത്ത് ഇവിടെ കപ്പലിറങ്ങിയതിൻ്റെ തന്നതായിരിക്കുന്ന ആശയം സമസ്ത കൊണ്ട് നടക്കുന്നതും, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പൽ പോലെ കപ്പൽ ജനങ്ങളെ ആ ഉമ്മത്തിനെ സംരക്ഷിച്ചതുപോലെ ഇന്നത്തെ ഉമ്മത്തിനെ ആദർശ വ്യതിയാനങ്ങളിൽ നിന്നും സംരക്ഷിച്ച് ഒരു ദിശ കാണിച്ച് കൊണ്ടുപോകുന്ന ആ ഒരു ആശയവും, അതുപോലെ തന്നെ കേരള ഈ ഒരു പരിസരത്തിൽ നിന്ന് തുടങ്ങി ഇന്ന് ആഗോള തലത്തിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വികസിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ആ ഒരു സഞ്ചാരത്തിനെ സൂചിപ്പിക്കും വിധം കപ്പലിൻ്റെ ഒരു ആലേഖനം കൂടെ അതിൽ കൊണ്ടുവന്നതോടുകൂടെ ഒരു പരിപൂർണമായ ഒരു സമസ്തക്കൊരു ആപ്റ്റായിട്ടുള്ള സമസ്തയുടെ ഇതുവരെയുള്ള ചരിത്രവും അതേപോലെ തന്നെ സംസ്ഥയുടെ 100ാം ശതാബ്ദിയും ഇത്തരത്തിലുള്ള എല്ലാ എലമെൻറ്റുകളും അതിൽ വന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് അവസാനം എത്തിച്ചേരാനുണ്ടായത്. ഓക്കെ. അതുപോലെ തന്നെ അതിൻ്റെ കളർ പാറ്റേണിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഫ്ലാഗ് അല്ലേ, സമസ്തയുടെ ഫ്ലാഗാണത്. സമസ്തയുടെ എന്താണ് മാന്തളിർ, പിന്നെ ഹരിത, വെള്ള കളർ, ആ ഒരു 3 കളറിൻ്റെ ഒരു കോമ്പിനേഷനാണ് ലോഗോയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. നമുക്ക് സമസ്തയെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ആ കളറാണ് നമ്മുടെ ആധികാരികമായി സമസ്തയെ എന്താണ് ഈ പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു എലമെൻറ്റ്. അപ്പോൾ അതും കൂടി അത് കൊണ്ടുവന്നതോടുകൂടെ കംപ്ലീറ്റ് ഒരു സമസ്തയുടെ എല്ലാ നിലക്കും ഒരു റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമായി തീർന്നു എന്നുള്ളൊരു സാധനത്തിലേക്ക് എത്തി. പിന്നെയൊക്കെ മുഷാവറയുടെ കയ്യിലായിരുന്നു, പിന്നെ അവിടെ അതിനെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിലായിരുന്നു. അവർക്കും അത് കൺവിൻസ് ആയതുകൊണ്ട് അൽഹംദുലില്ലാ ഇന്ന് ലോകം അത് കണ്ടു. അതെ. SNEC തന്നെ വരുമ്പോഴേ, കാരണം SNECൻ്റെ ഒരാൾ സമസ്തയുടെ ഭാഗമായിട്ടുള്ള ഒരുപാട് സംഘടനകളും പോഷക സംഘടനകൾ അതുപോലെ കുറേ ഭാഗങ്ങളുണ്ട്. അതിൽ നിന്ന് SNECയുടെ ഒരാളാണ് ഇതിൻ്റെ ലോഗോ ഉണ്ടാക്കിയെന്നുള്ളതുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സലാം ബാക്കി പോലെയുള്ള ഒരുപാട് പേര് ഇതിൻ്റെ ഒപ്പം നിന്നിട്ടുണ്ട്. എങ്കിൽ പോലും SNEC ഇതിനൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു അംഗം എന്നുള്ള നിലക്ക് എന്താണ് ശരിക്കും ഒരു പ്രൗഡ് ഫീൽ? യഥാർത്ഥത്തിൽ SNEC എന്ന് പറയുന്നത് തന്നെ സമസ്തയുടെ ഒരു 100ാം നമ്മുടെ ശതാബ്ദിയുടെ ഒരു ഉപഹാരമാണ്. 100ാം വാർഷികത്തിൻ്റെ ഒരു ഉപഹാരമായിട്ടാണല്ലോ സമസ്ത ഇങ്ങനൊരു സാധനം നമ്മളെ ഉമ്മത്തിന് നൽകിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അതിൻ്റെ തന്നെ 100ാം വാർഷികത്തിൻ്റെ ഒരു ലോഗോ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഇരട്ടി മധുരം തരുന്നൊരു കാര്യമാണ്. അപ്പോൾ അൽഹംദുലില്ലാ എല്ലാ നിലക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എന്താ പറയുക, ഇതിൻ്റെ ഒരു ഭാഗവത്താകാൻ പറ്റുക എന്ന് പറയുന്നത് ഇപ്പോഴും അതിന് എൻ്റെ ജീവിത അവസാനം വരെയും ഇത് എന്നേക്കും എനിക്കൊരു എന്താ പറയുക ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു നല്ലൊരു പുരസ്കാരമാണ് ശരിക്കും. അതെ. അപ്പോൾ ഡിസൈനർ നില, ഗ്രാഫിക് ഡിസൈനർ എന്നൊക്കെയുള്ള നിലക്ക് എന്തൊക്കെയാണ് മുന്നോട്ടുള്ള വളർച്ച, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അത് ഇനി നോക്കി കാണുന്നത്? അതുപോലെ ഡിസൈനിങ്ങിൻ്റെ ഒരു മാറ്റം ഉണ്ടല്ലോ, ഓരോ കാലത്തും ഓരോ മാറ്റം വരുന്നു, ട്രെൻഡ് മാറിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എന്താണ് ഷബീർ ഫൈസിയുടെ ഇനിയുള്ള ഡിസൈനിങ് കാലമൊക്കെ എങ്ങനെയാണ്? ഞാൻ ഡിസൈനറായിട്ട് യഥാർത്ഥത്തിൽ ഞാൻ പഠിച്ചത് തോടാർ ഷംസുൽ ഉലമ അറബിക് കോളേജാണ്, ജാമ്യയുടെ ജൂനിയർ കോളേജാണ്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ അവിടുത്തെ വർക്കുകളുമായി എൻഗേജ്ഡ് ആയിരുന്നു. പിന്നെ ജാമ്യയിലെത്തി നൂറുൽ ഉലമയിലും പ്രവർത്തിക്കാൻ എനിക്ക് അവസരം കിട്ടിയപ്പോൾ കൂടുതൽ എക്സ്പോഷർ കിട്ടി, കുറേ കൂട്ടുകാരും ഡിസൈൻ മേഖലയിലുള്ള ആൾക്കാരൊക്കെ കിട്ടി. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ ഈ ഒരു ഡിസൈനിങ് കരിയർ തുടങ്ങിയിട്ടൊരു 2 മുതൽ 3 വർഷമാണ് നിരന്തരമായി ഇതിൽ ഞാൻ ഡെഡിക്കേറ്റ് ആയിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ടായിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരുപാട് ഞാൻ ക്രാഷ് കോഴ്സുകളും മറ്റൊക്കെ ചെയ്യുന്നുണ്ട് ഡിസൈനിങ്ങിൽ. കാരണം നമുക്കിത് ഈ മേഖല എന്ന് പറയുന്നത് നിരന്തരമായ അപ്ഡേഷൻ ആവശ്യമുള്ള ഒരു ഏരിയ ആണ്. പ്രത്യേകിച്ചും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ കാലത്തിൽ സ്വാഭാവികമായിട്ടും അത്രയും എക്സ്പോഷർ കിട്ടുന്ന ആളുകളൊക്കെ ഇവിടെ എന്തുള്ളൂ ഒരു സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാനുള്ള ഒരു സാധ്യത ഈ മേഖലയിലുള്ളൂ. അപ്പോൾ ഇത് എപ്പോഴും ഞാൻ റെഫറൻസുകൾ എടുക്കും, ഒബ്സർവേഷൻ ചെയ്യും, അങ്ങനെ ഒരുപാട് അപ്ഡേറ്റുകൾ വരാൻ വേണ്ടി ശ്രമിക്കലുണ്ട്. അത് പലപ്പോഴും വിജയിക്കും, പലപ്പോഴും പാളും. പക്ഷേ എൻ്റെ വർക്കുകളിൽ കൂടുതലും ഞാൻ പുതിയ രീതിയിലുള്ള സാധനങ്ങൾ, എൻ്റെ വർക്കുകൾ കൂടുതലും കാണുന്നവരുണ്ടാവും. എൻ്റെ വർക്കുകളിലൊക്കെ ബ്രീത്തിങ് സ്പേസ്, ഒരു വൈറ്റ് സ്പേസ് ഒക്കെ കൂടുതൽ കൊടുത്തിട്ടുള്ള ഒരു സാധനമായിരിക്കും എൻ്റെ കയ്യിൽ ഉണ്ടാവുക. അപ്പോൾ കൂടുതലും മെസ്സേജ് കൺവേ ചെയ്യുക എന്നുള്ളതായിരിക്കും എൻ്റെ കയ്യിൽ ഒരു അന്തിമമായിട്ടുള്ളൊരു സാധനം. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ കൂടുതൽ അപ്ഡേഷനുകൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കലുണ്ട് ഡിസൈനിങ്ങിൽ. ഓക്കെ. ഈ SNECയുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയാണ് ശരിക്കും ഡിസൈനിങ് ഭാഗത്ത് എന്തൊക്കെയാണ് ചെയ്യുന്നത്? SNECയുടെ പ്രൊമോഷൻ വർക്കുകൾ, ഇതിൻ്റെ ഡോക്യുമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മളിപ്പോൾ പ്രോസ്പെക്ടസുകളായാലും ബ്രോഷേഴ്സുകളായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളും, പിന്നെ അക്കാഡമിക് അസിസ്റ്റൻസ് ഉണ്ട്. ഇതിൻ്റെ അക്കാഡമിക് കാര്യങ്ങൾ നമുക്കൊരു അക്കാഡമിക് ഹെഡ് ഉണ്ട്, അവർക്ക് അസിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ SNEC ഡിസൈനിലായിട്ട് വരുന്നത് അല്ലേ? ഓക്കെ. നേരത്തെ പഠിച്ചത് പറഞ്ഞു. എനിക്ക് എൻ്റെ അറിവിൽ ഷബീർ ഫൈസി ഫിക്കിയിലെങ്ങാനും 3ാം റാങ്കൊക്കെ ഉള്ള ആളാണ്. എന്താണ് ഈ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് അതുപോലെ ശരി കൂർഗാണല്ലേ സ്വദേശം? അതെ അതെ. അപ്പോൾ ഷബീർ ഫൈസി ആരാണ് ശരിക്കും ഈ മറ്റേ പ്രൊഫഷണൽ ലൈഫ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ? എൻ്റെ നാട് കൊടകിലെ എടപ്പലം എന്ന് പറയുന്ന സ്വദേശമാണ് എൻ്റെ നാട്. അതാണ് എൻ്റെ സ്വദേശം. ആണ് പേരിലുള്ള എടപ്പലം. അതെ.
അപ്പോൾ എൻ്റെ വീട്ടിൽ ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, 2 അനുജന്മാരുണ്ട്. ഒരുത്തൻ ദുബൈയിലാണ്, ഒരാൾ ഒമാനിലായിരുന്നു, ഇപ്പം നാട്ടിലാണ്. അപ്പോൾ പഠനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തോടാർ ഷംസുൽ അറബിക് കോളേജിലാണ് നിർവഹിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് ജാമ്യയിലേക്ക് പോകണ്ടേ. ജാമ്യയിൽ അതും പഠിച്ചുകൊണ്ട് തൗഫീഖാണ്. അവിടെ ഒരു ഫിഖ് ഫാക്കൽറ്റിയിൽ 3 റാങ്കോട് കൂടെ കർമ്മരംഗത്തേക്ക് ഇറങ്ങാൻ സാധിച്ചു, അൽഹംദുലില്ലാ. ഇതാണ് എൻ്റെ ഫാമിലി ക്വാളിഫിക്കേഷനൊക്കെ. പിന്നെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷിൽ PG ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ഓക്കെ. അപ്പോൾ ഇനി ഡിസൈനിങ്ങിൽ തന്നെയാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, ഒപ്പം അക്കാദമിക് കൊണ്ടുപോകുന്നത്? ഇപ്പം നിലവിൽ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്നിൽ ഫോക്കസ്ഡ് ആയിട്ടാണ് ഞാൻ ഇപ്പം നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഇതിലേക്കൊന്നും കൂടി അക്കാദമിക് വിഷയങ്ങളിലേക്കൊന്നും കൂടി തിരിച്ചു വന്ന് ഒന്നുകൂടി പഠന കാര്യങ്ങളിലൊന്നും കൂടി എൻഗേജ്ഡ് ആവണം എന്നുള്ള ഇതുണ്ട്. അപ്പോൾ ഇത് ഒരു നല്ലൊരു എക്സ്പോഷർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു മേഖലയും കൂടി ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് എന്താണ് പഠനങ്ങളിലേക്ക്, അധ്യയനങ്ങളിലേക്കൊന്നും കൂടി തിരിച്ച് ആ ഒരു ട്രാക്കിലും കൂടി ഒന്ന് സഞ്ചരിക്കണം എന്നുള്ളൊരു നിലക്കാണ് ഇപ്പോഴത്തെ എൻ്റെ മൂമെൻറ്റ്. ഈ ഡിസൈനർമാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഈ പല സോഷ്യൽ മീഡിയയിലൊക്കെ പലതരം ട്രോളുകളൊക്കെ കാണും. ക്ലയൻസ് ആഗ്രഹിക്കുന്ന ഒരു സാധനം ഡിസൈനർ കൊടുക്കുന്നൊരു സംഭവം, ഇതൊക്കെ വെച്ചിട്ട് എപ്പോഴും ട്രോളുകളൊക്കെ കാണും. ഈ ഇവിടുത്തെ വർക്കുകൾ നിർത്തി കഴിഞ്ഞാലും ഡിസൈനർ എന്നുള്ള നിലക്ക് ഔട്ട്സോഴ്സ് വർക്കുകൾ വരുമല്ലോ, ഫ്രീലാൻസിങ് വർക്കുകളൊക്കെ വരുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും ക്ലയൻറ്റിനെ എങ്ങനെയാണ് ഈ സംതൃപ്തിപ്പെടുത്താൻ, എന്താണ് ഈ ഡിസൈനർ ചെയ്യാറ് എപ്പോഴും? ഫ്രീലാൻസ് ഡിസൈനിങ് എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ നമ്മൾ ഫേസ് ചെയ്യുന്നൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ച്വാലിറ്റിയാണ്. നമുക്ക് എക്സാക്ട് സമയത്ത് നമുക്ക് ഔട്ട് കൊടുക്കാൻ പറ്റില്ല. നമ്മളൊരു എൻറ്റിറ്റി അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ സെൽഫ് അക്കൗണ്ടബിലിറ്റി ഉള്ള ആൾക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മാറ്റി നിർത്തിയാലും നമ്മളെ അടുത്തേക്ക് തന്നെ ആൾക്കാർ വരുന്നുള്ളൊക്കെ ആ ഒരു രീതിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, ഇത് സ്വാഭാവികമായിട്ട് അതിലേക്ക് ഫോക്കസ് ചെയ്ത് നല്ലൊരു സാധനം കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സമയം എടുക്കും. പക്ഷെ അത് ക്ലയൻറ്റിന് നമുക്ക് എന്താ പറ്റില്ല, നമുക്ക് അങ്ങനെ എത്ര പറഞ്ഞ് ന്യായീകരിച്ചാലും ആ സാധനം അവർക്ക് അവരുടെ പ്രോപ്പർ ടൈമിൽ ആവശ്യം ഉണ്ടാവും. അപ്പോൾ പരമാവധി ശ്രമിക്കലുണ്ട് അവരുടെ ഒരു എന്താണ് എക്സ്പെക്റ്റേഷൻ എന്താണ് അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, ഔട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കലുണ്ട്. അപ്പോഴും അവരിൽ നിന്നുള്ള തിരുത്തുകൾ നമുക്കിങ്ങനെ വേണം, നമുക്ക് അങ്ങനെ വേണം എന്നുള്ള നിലക്കുള്ള സാധനങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ഡിസൈനിങ്ങിന് ആകെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് നമ്മൾ കമ്മിറ്റ്മെൻറ്റോട് കൂടി ചെയ്തൊരു നല്ലൊരു സാധനം ഉണ്ടാവും. അപ്പോൾ അതിനൊരു എന്താ പറയുക, ആ ഒരു സ്റ്റാൻഡേർഡ് നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലേക്കൊക്കെ കൊണ്ടുപോകലുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഡിസൈനർ ആകുമ്പോൾ പിന്നെ ക്ലയൻറ്റുകളെ മീറ്റ് ചെയ്യണം, ക്ലയൻറ്റുകളിൽ നിന്ന് ഒപ്പീനിയൻസ് എടുക്കണം, റിവ്യൂ എടുക്കണം, അതനുസരിച്ചുള്ള അപ്ഡേഷൻ കൊടുക്കണം. ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതൊരു പ്രത്യേകിച്ച് അതിലൊരു ഇതൊന്നുമില്ല, നമ്മൾ ക്ലയൻറ്റിനെ ആ രൂപത്തിൽ കാണുന്നു അത്ര തന്നെ. ഇപ്പോൾ ലോഗോ ആണല്ലോ സംസ്ഥയുടെ, ലോഗോൻ്റെ പേരിലാണല്ലോ അപ്പോൾ കൂടുതൽ ശ്രദ്ധ വരുന്നത്. അപ്പോൾ ഈ ലോഗോ ക്രിയേഷൻ്റെ ശരിക്കും സ്റ്റെപ്പുകൾ എന്താണ്? ഒരാളിപ്പോൾ പല ആളുകൾക്കും ഇപ്പോൾ സമ്മേളനങ്ങളിൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ തന്നെ ഒരു സ്ഥാപനത്തിൻ്റെ ലോഗോ, അല്ലെങ്കിൽ പല ആളുകൾക്ക് പല രീതിയിൽ ലോഗോയുടെ ആവശ്യം വരുന്നുണ്ടല്ലോ. എവിടെയാണ് അതിൻ്റെ ഒരു തുടക്കം വരുന്നത് ശരിക്കും? നമ്മൾ ആദ്യം ലോഗോൻ്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോഗോ ചെയ്യാൻ പറയുന്ന ആൾക്കാരുടെ മൈൻഡ് എന്താണ്, അവരെന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതും അവർ എന്തിനാണ് ലോഗോ ചെയ്യുന്നത് അതിൻ്റെ ചരിത്രവും അതിൻ്റെ പശ്ചാത്തലവും അതും ഇയാളുമായിട്ടുള്ള ഈ എമോഷൻ കണക്ഷനും, അതേസമയം അതിൻ്റെ ഉപഭോക്താക്കളുമായിട്ടുള്ള ഇമോഷൻ കണക്ഷനും ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മളൊരു ബ്രീഫ് ഉണ്ടാക്കും. ബ്രീഫ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ സാധനങ്ങൾ വെച്ചുകൊണ്ട് പല മൂഡ് ബോർഡുകളൊക്കെ ഉണ്ടാക്കി അവസാനം നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് റെഫറൻസുകൾ എടുക്കും. നമുക്കിപ്പോൾ ഒരുപാട് സൈറ്റുകളുണ്ട്, പിൻട്രസ്റ്റ് ആയാലും ബിഹാൻസ് ആയാലും ഡ്രിബിൾ ആയാലും പിന്നെ ഈവൻ ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ അതിൻ്റെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇതിലൊക്കെ ഇൻസ്പിറേഷൻസ് കുറേ കാര്യങ്ങൾ നമ്മൾ റെഫറൻസിന് എടുക്കും. എങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുള്ളതിൻ്റെ വിവിധ POVകൾ എടുത്ത് നമ്മൾ അനലൈസ് ചെയ്ത് സാധനങ്ങൾ ഒരു എലമെൻറ്റുകളൊക്കെ ഒന്ന് നോക്കി ഒരു റെഡിയാക്കി വെക്കും. പിന്നെ അതിനെ എക്സിക്യൂഷനിലേക്ക് ഇറങ്ങലാണ്. എക്സിക്യൂഷനിലേക്ക് ഇറങ്ങുമ്പോൾ പലതും വരക്കും, പലതും റെഡിയാവും. അങ്ങനെ അവസാനം ഒരു ഗ്രാജുവലി ഒരു സാധനത്തിലേക്ക് എത്തിച്ചേരലാണ്. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് തോന്നും ഇതിൽ ഇങ്ങനത്തെ ഒരു അപ്ഡേറ്റ് വരുത്താം, പക്ഷെ അതപ്പോഴേക്കും അവർ അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് അതിനെ ഔട്ട് ചെയ്തിട്ടുണ്ടാവും. ആ ലോഗോൻ്റെ ഒരു പ്രശ്നം കൂടി അതല്ല, ഒരിക്കലും അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതന്നെ ഉപയോഗിക്കണം എന്നുള്ളത്. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഡിസൈനർക്ക് ശരിക്കും ഡിസൈനർമാർക്കൊരു വെല്ലുവിളി കൂടി ആവുന്നുണ്ടോ അതോ സാധ്യതയാണോ? സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മേഖലയിൽ കൂടുതൽ അപ്ഡേഷനുകൾ വരുമ്പോൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മേഖലകളിൽ കൂടുതൽ അപ്ഡേഷനുകൾ വരുമ്പോൾ അതും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇപ്പം നിലവിൽ നിൽക്കുന്ന ഒരു ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ പൊസിഷനേക്കാളും നല്ലൊരു നിലവാരത്തിൽ സാധനങ്ങൾ ഔട്ടുകൾ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അതേസമയം ഇതിനൊന്നും എക്സ്പ്ലോർ ചെയ്യാത്ത, ഇതിനൊന്നും വലിയ രീതിയിൽ ഇൻ്റഗ്രേഷൻ ചെയ്യുന്നതിൽ നിന്ന് മടിച്ച് നിൽക്കുന്ന ഒരു ഡിസൈനറിനെ സംബന്ധിച്ചിടത്തോളം
ഒരു നിശ്ചിത സമയം വരെയൊക്കെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. പിന്നീട് വരുമ്പോൾ അവരെ ഓവർടേക്ക് ചെയ്ത് ആൾക്കാർ, ഇതിൽ കഴിവുള്ള ആൾക്കാർ, നല്ലൊരു കോമ്പറ്റീറ്റീവും ഒരു ഫീൽഡായി ആണല്ലോ. അപ്പോൾ അത് അവിടെ ഗ്രാഫിക് ഡിസൈനേഴ്സിന് ഈ കോവിഡിൻ്റെ ഒക്കെ സമയമായതുകൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് ഒരുപാട് ആൾക്കാർ ഡിസൈനിങ് ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഡിസൈനേഴ്സ്, മുമ്പത്തെ പോലെ ഒരു ഡിസൈനേഴ്സിനൊരു ക്ഷാമമില്ല. പക്ഷേ ഈ ഡിസൈനേഴ്സ് നല്ലൊരു ഡിസൈൻ കിട്ടുന്നതാണ് ഒരു വിഷയം. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നല്ല ഔട്ടുകൾ ഉണ്ടാക്കാൻ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അയാൾ മാർക്കറ്റ് പിടിക്കും. അത് മുഖേന മറ്റുള്ള ആൾക്കാർക്ക് ഒരു ഡ്രോബാക്ക് ഉണ്ടാവുന്നല്ലാതെ ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് ഒരാളുടെ കംപ്ലീറ്റ് ഗ്രാഫിക് ഡിസൈനിങ് ഫീൽഡ് തന്നെ ഒന്നും ഞാൻ കരുതുന്നില്ല പേഴ്സണലി. അതാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ഈ ശരിക്കും അത് മുന്നോട്ടുള്ള സാധ്യതയായിട്ട് എടുത്താൽ മതി എന്നുള്ളത്. അതെ. ഓക്കെ. അപ്പോൾ എന്തായാലും താങ്കളുടെ മുന്നോട്ടുള്ള ഡിസൈനിങ് ജീവിതത്തിലും അതുപോലെ അക്കാദമിക് ജീവിതത്തിനൊക്കെ എല്ലാവിധ ആശംസകളും നേരെയാണ്. ഇതിൽ പിന്നെ എനിക്കിതിന് കൂടെ കുറച്ച് ആൾക്കാർ ഈ ലോഗോ ചെയ്യുമ്പോൾ ഞാൻ ഇൻട്രാക്ട് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട്. നമ്മുടെ SNECയിൽ തന്നെ ഇതിൻ്റെ സ്റ്റാഫായിരുന്ന സഫ്വാൻ ഫൈസി കമാലി എൻ്റെ കൂടെ നല്ലോണം ഇതിൽ സഹകരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സഹദുദ്ദീൻ അഷ്കരി എൻ്റെ കൂടെ ഇതിൽ എനിക്ക് കോൺസെപ്റ്റുകൾ ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നല്ലോണം സഹകരിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഇവിടെയുള്ള അൻവർ സാദിഖ് ഫൈസി ഈ ലേണിങ്ങിലെ സ്റ്റാഫാണ്. അപ്പോൾ എന്നെ ഇതിൽ നല്ലോണം സഹകരിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ കോൺസെപ്റ്റ് എഴുതുന്ന സമയത്ത് 35ാം വാർഷികത്തിൻ്റെ ലോഗോ ചെയ്ത ഷംസുദ്ദീൻ എന്ന ആളുടെ ഒരു സ്വാധീനം എനിക്ക് ഇതിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഒരു എന്താ പറയുക സഹകരണവും പിന്നെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷംസുലുലമയുടെ മേലിൽ ഒരു ഫാത്തിഹ ഓതിക്കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ വർക്കിലേക്ക് തുടങ്ങിയത്. അപ്പോൾ ഷെയ്ഖുനൻ്റെ ഒരു മദതും കൂടി ആയപ്പോൾ അൽഹംദുലില്ലാഹ് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ്. ഓക്കെ. അപ്പോൾ എല്ലാവിധ ആശംസ.